ഹംദാൻ പെറ്റ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നെൻ്റെ കോഴിനെക്കുറിച്ചും കോഴികൾക്ക് കൊടുക്കുന്ന മരുന്നിനെക്കുറിച്ചൊക്കെ കേട്ടോ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതാണ് കേട്ടോ ഞാൻ വളർത്തുന്ന കോഴികൾ. ഫുള്ള് നാടൻ കോഴികളാണ് കേട്ടോ ഞാൻ വളർത്തുന്നത്. പിന്നെ ഒന്നും വേറൊരു കോഴിയില്ല. ഇതിൽ ഒരു കോഴി മാത്രമേ ഉള്ളൂ കേട്ടോ പഞ്ചായത്ത് കോഴിയായിട്ട്. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് 5 കോഴി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ കോഴിയാണ് കേട്ടോ ഇതവിടെ കാണുന്നുണ്ടോ, അതിൻ്റെ ശരീരത്തിൽ തൂവലില്ലാത്തൊരു വലിയ കോഴി. ആ കോഴിയാണ് കേട്ടോ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികൾ. പിന്നെ ഈ കോഴികളൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കോഴി സെയിൽ ചെയ്യാറുണ്ട്, മുട്ട സെയിൽ ചെയ്യാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ചെറിയൊരു ബിസിനസ്സാണ് എനിക്കത്. പിന്നെ ഞാൻ 2 കോഴിയിൽ നിന്നാണ് കേട്ടോ എൻ്റെ തുടക്കം. 2 കോഴീനെ വാങ്ങിയിട്ട് അതിനെ അട വെച്ചിട്ട് 2 കോഴികൾക്കും ഞാൻ അട വെച്ചിട്ട് അതിന് വിരിപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടായ കുട്ടികളാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഇതൊന്നല്ല കുട്ടികൾ, ഞാൻ സെയിൽ ചെയ്യണ കാരണം കൊണ്ട് കുറച്ച് കോഴികളെ മാത്രം ഇവിടെ നിർത്തുള്ളൂ, മുട്ടയിടാൻ വേണ്ടി മാത്രം. ബാക്കിയുള്ളതൊക്കെ ഞാൻ കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. പിന്നെ പൂവന്മാരെയൊക്കെ ഞാൻ കൊടുക്കും. ഒക്കെ ചോദിച്ച് വരും കേട്ടോ അങ്ങോട്ട്. ഇതിൽ കണ്ടോ വെള്ളക്കോഴികൾ കുറേ ഉണ്ടായിരുന്നു. അവരൊക്കെ ചോദിച്ച് വരുമ്പോൾ കൊടുക്കും. വെള്ളപ്പൂവനെ ചോദിച്ച് വരാറുണ്ട്, അവരെ കൊടുക്കും. ഇപ്പോൾ ഒരു വെള്ളപ്പൂവനും ബാക്കി 2 വെള്ളപ്പൂവുണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലുതും, പിന്നെ 2 പെടയാണ് കേട്ടുള്ളത്. ബാക്കിയൊക്കെ പുള്ളിക്കോഴികളാണ് കേട്ടോ. ഇത് ഞാൻ പുള്ളിക്കോഴിനെ വാങ്ങിയിട്ട് പിന്നെ ഉണ്ടാക്കിയതൊന്നല്ല കേട്ടോ. പക്ഷേ ഇതെങ്ങനെയെന്ന് അറിയില്ല, ഞാൻ അട വെച്ച് വിരിയിപ്പിച്ചപ്പോൾ അതിലതാണ്ട് അവിടെ ഒരു പുള്ളി ചേക്കോഴി കാണുന്നത്, അത് നടക്കുന്നത്. അവന് കയറി വന്നതാട്ടോ. എങ്ങനെ ഒരു പുള്ളിച്ചേക്കോഴി ഉണ്ടായി. അതിൻ്റെ കൊത്തുമുട്ട വെച്ച് കൊടുത്തിട്ടാണ് പിന്നെയൊക്കെ പുള്ളിക്കോഴികൾ ഉണ്ടാവാൻ തുടങ്ങിയത്. പിന്നെ ഒരു 4 പുള്ളിക്കോഴി കാണാൻ നല്ല ഭംഗിയുള്ള കറുപ്പും വെള്ളയൊക്കെ ആയിട്ടുള്ള പുള്ളിക്കോഴികളൊക്കെ ഞാൻ അട വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 എണ്ണത്തിന് ഞാൻ അട വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാ ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ അവർക്ക് വേറെ തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാനൊരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അവർക്ക് നരി ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ വരുന്നത് കാണുമ്പോൾ തന്നെ തീറ്റയാണെന്നുള്ളൊരു തോന്നലിൽ അവരുടെ ചാടി കയറി വരും കേട്ടോ. അവർക്ക് നല്ല സ്നേഹമാണ്. പിന്നെ ഞാൻ എന്തൊക്കെ തീറ്റകളെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ എല്ലാ തീറ്റയും കൊടുക്കും കേട്ടോ. ലെയർ മാഷ് കൊടുക്കും, ലെയർ പെല്ലറ്റ് കൊടുക്കും, ചോളത്തോട് കൊടുക്കും, പിന്നെ പിണ്ണാക്ക് കൊടുക്കും, ഗോതമ്പ് കിട്ടുമ്പോൾ അത് കൊടുക്കും, അരി കൊടുക്കും, അതേപോലെ പുല്ലുകൾ കിട്ടുമ്പോൾ പുല്ല് കൊടുക്കും. പിന്നെ ഞാൻ കോഴിമുട്ടത്തോട് ഇവിടെ ഒരു തട്ടുകട നടത്തുന്നൊരു ചേട്ടൻ കേട്ടോ, വേലാതേട്ടൻ എന്ന് പറയാം. അതിൻ്റെയൊക്കെ ഞാൻ മുട്ടത്തോട് മേടിച്ചിട്ട് അത് പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാറ്. പിന്നെ മരുന്നുകളായിട്ട് ഞാൻ അങ്ങനെ മരുന്നൊന്നും കൊടുക്കില്ല. ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഞാൻ അവസാനം ഞാൻ കൊടുക്കുന്ന മരുന്നിൻ്റെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ആ മരുന്ന് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ, വിറ്റാമിൻ്റെ മരുന്ന് കേട്ടോ. ബാക്കി എല്ലാതും ഞാൻ അയൽവക്കത്തു നിന്നൊക്കെ എനിക്ക് കോഴികൾക്ക് ചോറ് വേസ്റ്റും അതൊക്കെ തരും കേട്ടോ. അതൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ ലാർവ ഉണ്ടാക്കാറുണ്ട്. അത് തോനെയൊന്നും ഉണ്ടാക്കില്ല, കുറച്ച് ഉണ്ടാക്കിയാൽ ഞാൻ അവിടെ കാണുന്ന വേപ്പിൻ്റെ കടക്കൊക്കെ കൊട്ടി കൊടുത്തിട്ട് അത് അവർ തിന്നാറാണ് കേട്ടോ പതിവ്. പിന്നെ മെയിനായിട്ട് പിന്നെ അട വെച്ചിട്ട് വിരിയിപ്പിച്ചിട്ട് കൊടുക്കും, കോഴിമുട്ടയും സെയിൽ ചെയ്യും. ഇതൊരു കൂടാണ് കേട്ടോ. അങ്ങനെ മൊത്തം 3 കൂടുണ്ട് എനിക്ക്. അത് ഞാൻ ഇതൊക്കെ ലാസ്റ്റ് ഉണ്ടാക്കിയ കൂടാണ് കേട്ടോ, ഈ കമ്പിക്കൂട്. അത് ഞാൻ തള്ളക്കോഴികളെ പിരിച്ചു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ കൂടാണ്. ഈ ഓടിട്ട കൂട് കണ്ടോ, ഇതാണ് കേട്ടോ. ഈ 2 കള്ളി കൂടുന്നതാണ് കേട്ടോ എൻ്റെ കോഴികളുടെ തുടക്കം. അതിന് 2 കോഴീനെ ഞാൻ മേടിച്ചിട്ട് അവർക്ക് 2 ആൾക്കും ഞാൻ അട വെച്ചിട്ട് 2 കൂട്ടിലും 2 കോഴികളും 13 വീതം 30 കുട്ടികളുണ്ടായിരുന്നു. 13 എണ്ണമല്ല, 13 കോഴിക്കുട്ടികളെ വെച്ചിട്ടാണ്, കോഴിമുട്ട വെച്ചിട്ടാണ് ഞാൻ വിരിയിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് 26 കോഴിമുട്ട ഉണ്ടായിരുന്നു. അങ്ങനെ 26 കോഴികളും വിരിഞ്ഞു. അങ്ങനെ ഉണ്ടായതാട്ടോ എനിക്ക് കോഴികൾ. ആ കോഴികളെ ഞാൻ ഈ ചെറിയ കള്ളിക്കൂട് കണ്ട അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ബ്രോഡർ ലൈറ്റ് ഇട്ട് കൊടുത്ത് വിരിയിപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഈ കോഴികളെ ഉണ്ടാക്കിയത്. ഇതൊക്കെ കോഴികൾക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിലൊരാൾ കിടക്കുന്നുണ്ട്. ഞാൻ ഒരു ദിവസം മുട്ട കളക്ട് ചെയ്യണതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് കേട്ടോ, ഈ കൂടാണ് കേട്ടോ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കൂട്. ഈ വലിയ കൂട് ഇതാണ് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കൂട്. അതിൻ്റെ ഉള്ളിൽ ഒരാൾ അടയിരിക്കുന്നുണ്ട്. ഈ കൂടാണ് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൂട്. അതിൻ്റെ മുകളിലൊക്കെ എന്താണ് കല്ല് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൊക്കെ അവർ കയറിയിട്ട് മുട്ട ഇട്ടിട്ട് താഴത്തേക്ക് മുട്ട വീണ് പൊട്ടുകയാണ്. അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ കല്ല് വെച്ചതാണ്. ഈ കൂടാണ് കേട്ടോ പഞ്ചായത്തിൽ നിന്ന് പിന്നെ പൈസ പാസ്സായിട്ട് ഉണ്ടാക്കിയ കൂട്. ഇത് ഞങ്ങളുടെ പഴയ പെരയുടെ പിന്നെ ബാക്ക് ഭാഗമാണ്. അതാണ് ഈ കൂടാണ് കിട്ടിയത്. ഇതാണ് കേട്ടോ ഈ 2 കള്ളി കൂടാണ് കേട്ടോ. 5 വർഷമായിട്ടോ ഈ കൂട് ഉണ്ടാക്കിയിട്ട്. പിന്നെ ആ കമ്പിക്കൂട് ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയ കൂടാണ്. അതിൽ ഞാൻ 1 മാസം കഴിഞ്ഞ കോഴിക്കുട്ടികളെ പിന്നെ വളർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കൂടുണ്ടാക്കിയത്. ഞാൻ ഈ കോഴി വളർത്താൻ തന്നെ കാരണം എൻ്റെ മൂത്ത മോള് ഗർഭമുണ്ടായിരിക്കുന്ന സമയത്ത് കോഴിമുട്ട തിന്നാൻ വേണ്ടിയിട്ട് കുട്ടിക്കൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വളർത്തിയതാണ് കേട്ടോ. അപ്പോൾ അവനക്ക് 3.5 വയസ്സായി. ഇപ്പോഴും അവൻ ഇവിടെ തന്നെയാണ് കേട്ടോ കോഴിമുട്ട കൊണ്ടുപോവുക. അവൾ നിൽക്കാൻ വരുന്ന സമയത്ത് അവനക്ക് പിന്നെ വരുന്നത് വരെയുള്ള കോഴിമുട്ട ഇവിടുന്ന് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ കോഴി വളർത്താൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഇവിടെ കോഴി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കോഴിക്ക് വരും ചെയ്യും, കോഴിമുട്ടയ്ക്ക് വരും, കോഴിക്ക് വരും, അങ്ങനെയൊക്കെ വരും കേട്ടോ. ഒരു കോഴിമുട്ടയ്ക്ക് 10 രൂപ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കാറ്. എനിക്ക് തികയാറില്ല സാധാരണ. ഇനി കുറച്ച് കോഴികളെയും കൂടി ഞാൻ
കുറച്ച് ഗ്രാമശ്രീ കോഴികളെ ഞാൻ ഇവിടെ പൗൾട്രി ഫാമിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു 10 എണ്ണത്തിനെ. അതിനൊന്ന് വളർത്തി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ അത് മുട്ടയ്ക്ക് ആവശ്യത്തിന് അതും എടുക്കാം, പിന്നെ നാടൻ കോഴിമുട്ടയ്ക്ക് ഇതും കൊടുക്കാമല്ലോ. അങ്ങനെ ഞാൻ ഇടകലർത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 10 എണ്ണത്തിന് ഞാൻ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വിളിക്കുമ്പോൾ പോയി മേടിക്കണം. പിന്നെ കോഴികളെന്ന് വെച്ചാൽ വെറും പിന്നെ സാമ്പത്തികമായിട്ടുള്ള ലാഭം മാത്രമല്ല കേട്ടോ, നമുക്ക് മനസ്സിനൊരു നല്ലൊരു ഉന്മേഷവും സന്തോഷവും. നമുക്ക് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ നല്ലൊരു പിന്നെ എനർജിയാണ് കേട്ടോ. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് കോഴി ആടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ആടിനെ വളർത്താനുള്ള സ്ഥലമില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ആടിനെ വളർത്താത്തത്. അല്ലെങ്കിൽ ഞാനൊരു ആട്ടുംകുട്ടിനെയൊക്കെ വളർത്താൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇവരുള്ള കാരണം നമുക്ക് എവിടെയും പോയി നിൽക്കാനോ വിരുന്ന് പോകാനോ അതൊന്നും പറ്റില്ല കേട്ടോ. നമുക്കെപ്പോഴും ഇവരുടെ ചിന്തയായിരിക്കും. നമ്മളെവിടെ പോയി വന്നാലും നമുക്ക് ഇവർക്ക് കൊടുക്കണം. അതേപോലെ എപ്പോഴും ഇവർക്ക് വെള്ളം വേണം. ഇവർ നല്ല ഈ വേനൽക്കാലമായ കാരണം കൊണ്ട് ഇവരെപ്പോഴും വെള്ളം കൊടുക്കും. ആ കാസറോളിലാട്ടോ ഞാൻ വെള്ളം വെച്ച് കൊടുക്കുക. അത് ഞാൻ എപ്പോഴും എടുത്ത് കഴുകിയിട്ട് വെച്ചെടുക്കും. ഇപ്പം ഇന്ന് 3 വട്ടം ഞാൻ അതിന് 3 കാസറോൾ വെള്ളം വെച്ച് കൊടുത്തിട്ടോ. ആ കാസറോൾ വെള്ളം കഴിയാറായി. അതുകൊണ്ട് കോഴികൾ വെള്ളം കുടിക്കണത് തിന്നിയാൽ വെള്ളം കുടിക്കുക തന്നെ ഇവർക്ക് പണി. ഭയങ്കര ദാഹമാണ് ഇവർക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും അത് കഴുകിയിട്ട് പുതിയ വെള്ളം വെച്ചെടുക്കും. പിന്നെയും അതിലിങ്ങനെ കുടിക്കുന്ന സമയത്ത് ഉള്ള അഴുക്കൊക്കെ അതിലുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ മരുന്നിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ മരുന്നാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. എൻറിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന്. ഈ ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ, കോഴി, ആട്, പശു ഒക്കെ ഇവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന മരുന്നാണ് കേട്ടോ ഇത് ആൻറ്റിബയോട്ടിക്കാണ് കേട്ടോ. ഇതിന് ഞാൻ കൊടുക്കാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൂടിക്കൊരു മൂടി വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. നല്ല ഡോസാണ് കേട്ടോ. ഇതിനൊരു മൂടി തന്നെ ഉണ്ടായാൽ മതി. ഒരു 10-50 കോഴികൾക്ക് അതൊരു മൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാണ് ഞാൻ കൊടുക്കാറ്. ഇതിനൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. കോഴികൾക്ക് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കണ്ടായിരുന്നു കേട്ടോ, അതാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത്. അപ്പോൾ ഈ മരുന്നാണ് കേട്ടോ ഞാൻ കൊടുക്കാറ്. എൻട്രി എന്നുള്ള മരുന്ന് നല്ല മരുന്നാണ് കേട്ടോ. എൻ്റെ കോഴികൾക്കൊരു തൂക്കം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും വരികയോ ഒന്നും ഉണ്ടാവാറില്ല, പനിയോ ഒന്നും ഉണ്ടാവാറില്ല. ഞാൻ ഇത് കൊടുക്കും കേട്ടോ. ഇത് ഡേറ്റ് നോക്കി മേടിച്ചാൽ മതി. അപ്പോൾ ഒരു 5-6 മാസമൊക്കെ ഇത് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ കൊടുക്കുന്നത് വിമറാളാണ് കേട്ടോ. ഈ എൻട്രിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആൻറ്റിബയോട്ടിക് ആയ കാരണം കൊണ്ട് അവർക്കൊരു ക്ഷീണം ഉണ്ടാവും. അത് ഈ വിമറാൾ പിറ്റേ ദിവസം 2 ദിവസമൊക്കെ ഒന്ന് വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്താൽ അവർ ഉന്മേഷമാവും. അപ്പോൾ ഞാൻ ഇതും ഈ വിമറാൾ മാത്രമാണ് കേട്ടോ കൊടുക്കാറ്. വേറെ ഒരു മരുന്നും ഞാൻ കൊടുക്കാറില്ല. പിന്നെ ഞാൻ കാൽസ്യത്തിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മുട്ടത്തോട് പൊടിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുക്കും എന്നല്ലാതെ വേറെ ഒരു മരുന്നും ഞാൻ കോഴികൾക്ക് കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ഇലകളൊക്കെ കൊടുക്കും. പപ്പായ ഇല, ചായമനസിൻ്റെ ഇല, വാഴ ഇല, അങ്ങനെ എന്തൊക്കെ എനിക്ക് കിട്ടുന്ന വെച്ചാൽ അതൊക്കെ കൊടുക്കും. പിന്നെ ഈ മരുന്ന് നല്ല മരുന്നാണ് കേട്ടോ. പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് ഒരു ദിവസം കാണാം.